നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരള കലാമണ്ഡലം അടക്കമുള്ള സ്ഥാപനങ്ങളെ സർക്കാർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ശമ്പളത്തിന് സ്വന്തം വഴി നോക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കലാമണ്ഡലത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ. കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയുമാണ് പിരിച്ചുവിട്ടത്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച അധ്യാപകർ മുതൽ സെക്യൂരിറ്റി ജീവനക്കാർ വരെയുള്ള 120ഓളം താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണിത്. ഡിസംബർ 1-ാം തീയതി മുതൽ ജീവനക്കാർ ആരും ജോലിക്ക് വരേണ്ടതില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പിരിച്ചുവിടൽ ഉത്തരവിറക്കി. ഒരു അധ്യയന വർഷത്തിന്റെ ഇടയ്ക്ക് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്ന സംഭവം ഇത് ആദ്യമാണ്. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ ഒഴിവ് നികത്താത്തത് മൂലം കലാമണ്ഡലത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി താൽക്കാലിക അധ്യാപക അനധ്യാപക ജീവനക്കാരെ നിയമിച്ചിരുന്നു. എന്നാൽ പദ്ധതിയേതര വിഹിതത്തിൽ നിന്നും ആവശ്യമായ തുക ലഭിക്കാത്തത് മൂലമാണ് നടപടിയെന്നാണ് വിശദീകരണം. 1 മുതൽ +2 വരെയുള്ള ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന മുഴുവൻ പേരും താൽക്കാലിക അധ്യാപകരാണ്. ഇവരെ പിരിച്ചുവിടുന്നതോടെ കലാമണ്ഡലത്തിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന അവസ്ഥയുണ്ടാകും. പ്രതിമാസം 80 ലക്ഷം രൂപ കലാമണ്ഡലത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവ് വരും. എന്നാൽ 40 ലക്ഷം രൂപയാണ് സാംസ്കാരിക വകുപ്പ് കലാമണ്ഡലത്തിന് നൽകുന്നത്. ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്കുള്ള പണം സ്ഥാപനങ്ങൾ സ്വയം കണ്ടെത്തണമെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. കേരള കലാമണ്ഡലം സാഹിത്യ അക്കാദമി, സ്പോർട്സ് കൗൺസിൽ, ലൈബ്രറി കൗൺസിൽ, ലളിതകലാ അക്കാദമി തുടങ്ങി ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് പണം സ്ഥാപനങ്ങൾ സ്വയം കണ്ടെത്തണമെന്ന് ധനവകുപ്പ് ഈ മാസം സർക്കുലർ ഇറക്കിയിരുന്നു. ജീവനക്കാരോ സ്ഥാപനങ്ങളിൽ നിന്ന് പണം ലഭിക്കാനുള്ളവരോ കോടതിയെ സമീപിച്ചാൽ സർക്കാരിന് ബാധ്യതയില്ല എന്നതും കേസുകളിൽ തങ്ങളെ എതിർകക്ഷി ആക്കേണ്ടതില്ലെന്നതും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ കോടതിയെ അറിയിക്കണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ബജറ്റിൽ നിലവിൽ ഗ്രാന്റ് നൽകുന്നുണ്ട്. ശമ്പളം അടക്കമുള്ള ചെലവുകൾക്കായി പല സ്ഥാപനങ്ങളും ഗ്രാന്റ് തുക ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയവയും ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളുടെ പട്ടികയിലുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പട്ടികയിൽ ഉൾപ്പെടില്ല. ഓണം കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ട്രഷറി നിയന്ത്രണം കടുപ്പിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്ന ഉത്തരവും വന്നിരുന്നു. കേരള സാഹിത്യ അക്കാദമി സാഹിത്യ പുരസ്കാരങ്ങൾക്കൊപ്പം നൽകേണ്ട തുകയും കടത്തിലായിരുന്നു. പുരസ്കാര ജേതാക്കൾക്ക് നൽകേണ്ട 5.55 ലക്ഷം ഇനിയും നൽകാനായിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം. ഇത്തവണ അക്കാദമി ജീവനക്കാരുടെ ശമ്പളവും 4 ദിവസം വൈകിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ വഴിമുടക്കിയിരിക്കുകയാണ്. കേരളീയം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ ആഘോഷങ്ങൾ ഇത്തവണ ഉണ്ടാവില്ല എന്നും സർക്കാരിന്റെ ഉത്തരവ് വന്നിരുന്നു. എന്തായാലും കടപ്പത്രം ഇറക്കിക്കൊണ്ടുവരെ കേരള സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. കേരളത്തിലെ പല താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം ലഭിക്കുന്നില്ല എന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് KCBയിൽ 10ാം തരം തോറ്റ ആളുകൾ 1.5 ലക്ഷം രൂപ വരെ സാലറി മേടിക്കുകയും അനർഹരായ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുകയും ചെയ്യുന്ന ആരോപണവും ഉയരുന്നത്. എന്തായാലും കേരളം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിട്ടുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നത്.